കൂടാരം. ശാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന താഴ്വരയിലേക്ക് സ്വാഗതം. സ്നേഹത്തിൻ്റെ സന്തോഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ച മനോഹരമായ അപ്പസ്തോലിക ആഹ്വാനം. ദാമ്പത്യ സ്നേഹം ഒരു ഉപാസനയും കർത്തവ്യവും സർവോപരി രക്ഷാകരമാക്കി മാറ്റുവാൻ പാപ്പ ഈ രേഖയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്നു. ഇന്നത്തെ ചർച്ചയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയിലേക്ക് കടന്നു വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി ഫാദർ വർഗീസ് കുത്തൂർ നമ്മുടെ ഈ ചർച്ചയിൽ നമുക്ക് സുപരിചിതനാണ്. അദ്ദേഹം ഫാമിലി അപ്പസ്തോലിക് മുൻ ഡയറക്ടറും കുടുംബ ജീവിതക്കാർക്ക് ഒരുപാട് ആശ്വാസവും പകർന്നു നൽകുന്ന അച്ഛൻ. ഇപ്പോൾ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജറായി സേവനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വർഗീസ് കുത്തൂരച്ചനെ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുൻ എപ്പിസോഡുകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ മേരി റെജീനയെ നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ മേരി റെജീന കേരള കാർഷിക സർവകലാശാലയിൽ പ്രൊഫസറും തൃശ്ശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയുമാണ്. ഏറെ സ്നേഹത്തോടെ ഡോക്ടറെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഡോക്ടർ VM ചാക്കോ. സെൻറ് തോമസ് കോളേജിൽ 2008 മുതൽ സേവനം ചെയ്യുന്നു. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിൻ്റെ മേധാവിയാണ്. ജീസസ് യൂത്തിലൂടെ ഫുൾ ടൈമറായി അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. ഇടവകയിലും മറ്റ് ആത്മീയ തലങ്ങളിലുമൊക്കെ സജീവമാണ് അദ്ദേഹം. ഡോക്ടർ VM ചാക്കോ സാറിനെ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. വിവാഹമെന്ന കുദാശയിലൂടെ സ്നേഹത്തിൽ ഒന്നിക്കപ്പെട്ട ദമ്പതികൾ അനുദിനം ഈ ദാമ്പത്യ സ്നേഹത്തിൽ വളരണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ദാമ്പത്യ സ്നേഹത്തിലുള്ള വളർച്ചയ്ക്ക് വേണ്ട, അതിന് നമ്മെ സഹായിക്കുന്ന 13 ലക്ഷണങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തത്. പൗലോസ്ലീഹ തൻ്റെ കീർത്തനത്തിലൂടെ ഏറെ മനോഹരമായി വരച്ചു കാട്ടിയ 13 ലക്ഷണങ്ങളെക്കുറിച്ച് നാം കാണുകയായിരുന്നു. ഈ 13 ലക്ഷണങ്ങൾ അനുദിനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ ദാമ്പത്യ സ്നേഹത്തിൽ കുറേ കൂടെ എങ്ങനെ വളരാം, ദമ്പതികൾ എങ്ങനെ ആ സ്നേഹത്തിൽ ആഴപ്പെടാം എന്നുള്ള ചർച്ചയിലേക്കാണ് ഇന്ന് നാം കടക്കുന്നത്. ഒരിക്കൽ കൂടി ഏവരെയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൗലോസ്ലീഹ തൻ്റെ കീർത്തനങ്ങളിലൂടെ ദാമ്പത്യ സ്നേഹത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ നമ്മെ സജ്ജരാക്കി. എങ്ങനെയാണ് ഈ ദാമ്പത്യ സ്നേഹത്തിൽ നമ്മൾ അനുദിനം വളരേണ്ടത്? എനിക്ക് തോന്നുന്നു ഡോക്ടർ, അപ്പോൾ എങ്ങനെ ഏത് തലങ്ങളിലാണ് നാം വളരേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ദാമ്പത്യ സ്നേഹം എന്ന് പറയുമ്പോൾ 4 തലങ്ങളിലൂടെയാണ് എനിക്ക് തോന്നുന്നു കടന്നു പോകുന്നത്. ഒന്ന്, ദമ്പതികൾ തമ്മിലുള്ള സൗഹൃദപരമായ ഒരു തലമുണ്ട്. അതിന് ലൈംഗികപരമായ ഈറോസ് എന്ന് നമ്മൾ പറയുന്ന ജഡിക സ്നേഹത്തിൻ്റെ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് അതിലൂടെ വളർന്നിട്ട് വേണം നാം ആത്മീയ തലത്തിലും അത് ദാമ്പത്യം ഒരു ബലിയും ആയി മാറേണ്ടത്. അങ്ങനെ എൻ്റെ അഭിപ്രായത്തിലും എനിക്കൊന്ന് പാപ്പയും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ എല്ലാ അനുഭവവും അങ്ങനെയാണ്. ഒരു സൗഹൃദത്തിൽ തുടങ്ങി ഒരു ബലിയായി തീരുന്ന ഒന്നാണ്. ആ ഒരു വളർച്ചയാണ് ഒരു ദമ്പതികൾ തമ്മിലില്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. ദൈവം സ്നേഹമാകുന്നു എന്നതിൻ്റെ ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്. ക്രൈസ്തവ സ്നേഹം ആരോഹണം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അത് അവരോഹണം ചെയ്യപ്പെടും. അപ്പോൾ ദാമ്പത്യ സ്നേഹം അനുദിനം വളരുന്നില്ലെങ്കിൽ അതിൽ മുൻപോട്ട് പോവുക ദുഷ്കരമാണ്. സഭയുടെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള ദാമ്പത്യത്തെക്കുറിച്ചുള്ള എല്ലാ പ്രബോധനങ്ങളിലും വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു തീമാണ് ദാമ്പത്യം ഒരു ബലിവേദിയാണ്, ദമ്പതികൾ ബലി അർപ്പകരാണ്, ബലി വസ്തുക്കളാണ് എന്നുള്ളൊരു കാര്യം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു ജീവചരിത്രത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം പ്രായമായി, നമ്മളൊക്കെ ടി വിയിൽ കാണുമ്പോൾ അല്പം വായനൊക്കെ ഉമിനീര് താഴ്വിട്ടിറങ്ങി വീൽ ചെയറിൽ മൂവ് ചെയ്യുന്ന കാലമാണ്. യാത്രകളൊക്കെ ഡോക്ടേഴ്സ് വിലക്കിയ സമയം. ഒരു ദിവസം അദ്ദേഹം കർദിനാളെ വിളിച്ച് പറയുന്നുണ്ട്, എനിക്ക് ഒരു യാത്ര നടത്തണം. അപ്പോൾ കർദിനാൾ ആദ്യം വിഷമത്തോടു കൂടെ വിലക്കി. പക്ഷെ മാർപ്പാപ്പ പറഞ്ഞു, ഇതൊരു തീരുമാനമാണ്, ആ യാത്രയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക. മാർപ്പാപ്പ പോളണ്ടിലേക്കാണ് ഈ ലോകത്തിൽ അവസാനത്തെ യാത്ര നടത്തിയത്.
പോളണ്ടിൽ തൻ്റെ ജന്മഗ്രഹം കരുതലോടുകൂടെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പ്ലെയിനിലേക്കൊക്കെ എടുത്തു വെച്ചത് വീൽ ചെയറിലാണ് മാർപ്പാപ്പയെ. അവിടെ ചെന്ന് ഇറക്കിയതും വീട്ടിലേക്ക് കൊണ്ടുപോയതൊക്കെ. മാർപ്പാപ്പ അവിടെ ചെന്ന് തൻ്റെ പിതാവും മാതാവും കടന്നിരുന്ന ആ കട്ടിലിനരികെ വീൽ ചെയർ ചേർത്ത് നിർത്തി മാർപ്പാപ്പ ബുദ്ധിമുട്ടി കുനിഞ്ഞ് ആ കട്ടിലിന് തുരുതുരാ ചുംബിച്ചു, വാവിട്ട് കരഞ്ഞു. മാധ്യമപ്രവർത്തകരെല്ലാം അത് ഒപ്പിയെടുത്ത് നമുക്ക് പിറ്റേ ദിവസമൊക്കെ കാണിച്ചു തന്നു. ആരും ചോദിച്ചില്ല ആ സമയത്ത്. തിരികെ പ്ലെയിനിൽ പോരുമ്പോൾ ഒരു പത്രലേഖകൻ മാർപ്പാപ്പയോട് ചോദിക്കുന്നുണ്ട്, തിരുമേനി അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ധീരനായ അങ്ങ്, ഈ ലോകത്തിൻ്റെ ഒരു ധാർമ്മിക സ്വരമായിരുന്ന അങ്ങയുടെ ഭവനത്തിൽ ചെന്നപ്പോൾ കരയുന്നത് ഞങ്ങൾ കണ്ടു, എല്ലാവരും കണ്ടു, ഞങ്ങളും വിഷമിച്ചു. അതിൽ എന്തേ കരഞ്ഞത്? മാർപ്പാപ്പ പുഞ്ചിരിച്ചുകൊണ്ട് അവർക്ക് കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ അപ്പനും അമ്മയുമാകുന്ന ബലിയർപ്പകർ ബലിവസ്തുക്കളായി ബലി അർപ്പിച്ച ഇടമാണ് ആ ജന്മഗ്രഹം, ആ കട്ടില്, ആ മുറി. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഓർമ്മകൾ എന്തുമാത്രം പിറകിലേക്ക് പോയി. എൻ്റെ മാതാപിതാക്കളെക്കുറിച്ചുള്ള ഓർമ്മകൾ അതെന്നെ ശരിക്കും സന്തോഷാശ്രുക്കൾ നിറയാനായിട്ടിടയാകുകയാണ്. അപ്പോൾ പറയുകയാണ് അവരുടെ വിശുദ്ധമായ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അതാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അപ്പോൾ ആ ബലിപീഠം, ആ വിശുദ്ധമായ ബലിപീഠത്തിൻ്റെ ഓർമ്മകളാണ് എന്നെ എനിക്ക് നിയന്ത്രണമില്ലാതെ കരയാൻ. അപ്പോൾ ബലിപരം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മാതാപിതാക്കൾ എത്തുന്നു എന്നുള്ളതാണ്. മുഴുവൻ എത്തിയോ അല്ലതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ മാതാപിതാക്കളും നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ്. ബലിവേദിയിൽ നിന്ന് ആരംഭിക്കുന്ന അവരുടെ ജീവിതം തന്നെ ഒരു ബലിയായി തീർന്ന് അങ്ങനെ വളരുകയാണ്, മനസ്സിലായി. അപ്പോൾ അവരുടെ ജീവിതവും ബലിയിൽ ലയിച്ചു ചേർന്ന ഒരു ജീവിതമായിട്ട് ഈ സ്നേഹപരമായ ഈ ഐക്യം ആരംഭിക്കേണ്ട, നേരത്തെ പറഞ്ഞ പോലെ ബലിയിൽ തുടങ്ങി വൈകുന്നേരം അത്താഴത്തിന് മക്കളോട് കൂടെ ഇരിക്കുമ്പോൾ അപ്പനും അമ്മയും പറയുന്നവരോട് ഇങ്ങനെയാണ്, ഇതാ ഞങ്ങളുടെ ശരീരം, ഇതാ ഞങ്ങളുടെ രക്തം. മക്കൾക്ക് വേണ്ടി ബലിയായിത്തീരുന്നതാണ് മാതാപിതാക്കളുടെ ജീവിതം. അന്നത്തെ ഒരു ദിവസം അവർ അപ്പനും അമ്മയും ചെയ്തിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ഈ ബലിയുടെ ഭാഗമാണ്. ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആ ഒരു സംഭവം എന്ന് പറയുന്നത് ശരിക്കും എല്ലാ കുടുംബങ്ങളെയും സംബന്ധിച്ചുള്ള ശരിയാണ്. മാർപ്പാപ്പയുടെ കുടുംബം മാത്രമല്ല, ശരിക്കും ആ ഒരു ബോധ്യമാണ് ശരിക്കും മാർപ്പാപ്പ നമുക്ക് ആ ഒരു സംഭവത്തിലൂടെ ബലി എന്ന് പറയുമ്പോൾ പള്ളിയിൽ അർപ്പിക്കുന്ന അച്ഛൻ കുറെ പാട്ടുപാടി പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിക്കുന്ന ഒരു ബലിയർപ്പണമായിട്ട് കുറെ പേരെങ്കിലും അങ്ങനെ ഒതുക്കാറുണ്ട്. ഒതുക്കാറ്. പക്ഷെ അത് അതിനേക്കാൾ ഒരു ദാമ്പത്യത്തിന്റെ ബലിയർപ്പണം. ഇവിടെ പാപ്പ പറയാണ് ആ ഉടമ്പടി, നമ്മുടെ ഈ വിവാഹത്തിന്റെ ഈ ഉടമ്പടി കുരിശിലുള്ള ക്രിസ്തുവിന്റെ ആ ആത്മയാഗത്തിലാണ് പൂർത്തിയായത്. കർത്താവ് ചൊരിയുന്ന പരിശുദ്ധാത്മാവ് ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മെ പരസ്പരം സ്നേഹിക്കാൻ സ്ത്രീയെയും പുരുഷനെയും ശക്തരാക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഒരു ദിവസം കൊണ്ടോ വിവാഹത്തിന്റെ ആദ്യത്തെ ദിവസം കൊണ്ടോ സാധിക്കുന്ന ഒരു കാര്യമല്ല. വിവാഹത്തിന്റെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷിക്കുവാനും ആകെ ജഗപകയായിട്ട് തീർച്ചയായിട്ടും അവരുടെ ഇറോട്ടിക് തലമുണ്ട്, ഒരു ലൈംഗിക വികാരത്തിന്റെ തലമുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെ ലൈംഗിക വികാരങ്ങളും അഭിനിവേശം കുറഞ്ഞാലും അത് ക്രമേണ നമ്മൾ വളരുമ്പോൾ, ഈ സ്നേഹത്തിൽ വളരും തോറും നമ്മുടെ ഈ ഇറോട്ടിക് തലം ഒരു ഫീലിയോസിലേക്കും ഒരു സൗഹൃദത്തിന്റെ തലത്തിലേക്കും, പിന്നീട് ഒരു അവസാനത്തെ തലമാണ് ഈ ബലിയുടെ തലം എന്ന് പറഞ്ഞാൽ തമ്പുരാൻ സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാതെ എൻ്റെ സുഖങ്ങളോ എൻ്റെ താല്പര്യങ്ങളോ ഒന്നും അവിടെ എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് രണ്ടുപേരും ഒന്നായി തീരുകയാണ്. പിന്നെ അച്ഛന് ഈ ആദ്യമൊക്കെ ഈ ലൈംഗികപരമായ ജഡികമായ സ്നേഹങ്ങളുണ്ട്. പക്ഷെ എപ്പോഴും എനിക്ക് തോന്നുന്നു ആദ്യം മുതൽ അവസാനം വരെ നിലനിൽക്കേണ്ടതൊന്ന് സൗഹൃദമാണ്. ഈ സൗഹൃദം ആണ് മറ്റെല്ലാത്തിനെയും കണക്ട് ചെയ്ത് ഊട്ടിയുറപ്പിച്ച് ഇറോട്ടിക് ലവിനെ ഈ പറയുന്ന ഒരു ബലിപരമായ സ്നേഹത്തിലേക്ക് എത്തിക്കുന്നത് ആ സൗഹൃദമാണ്. അപ്പോൾ ആ സൗഹൃദം നഷ്ടപ്പെടുത്താതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടലും അവിടെയാണ് നമുക്ക് വേണ്ടത്. കാരണം പ്രായമാവും തോറും ശാരീരികമായ നമ്മുടെ ക്ഷീണങ്ങൾ കൂടും, ഇല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകും. പിന്നെ പ്രായം കൂടുന്തോറും നമുക്കറിയാം മറ്റ് കാരണങ്ങൾ കൊണ്ട്, ഫിസിയോളജിക്കൽ റീസൺസ് കൊണ്ട് ഇറോട്ടിക് ലവിനുണ്ടാകുന്ന ക്ഷയം ഉണ്ടാകും. പക്ഷെ അപ്പോഴേക്കും അവർ ഒന്നായി തീർന്നിരിക്കണം, ഒന്നായി തീരും എന്നുള്ളതാണ് കാലാകാലങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു നല്ല ദമ്പതികളെല്ലാം തന്നെ ഭാര്യ ഭർത്താക്കന്മാരെ കാണുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ജീവിച്ച് സഹോദരന്മാരെ പോലെയായി.
നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ തന്നെ സഹോദരി സഹോദരന്മാരെ പോലെ ഇരിക്കുന്നു. ഒരുമിച്ച് പള്ളിയിൽ പോകുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരു ചടങ്ങുകൾക്ക് പോകുമ്പോൾ ഒരുമിച്ച് പോകുന്നു. ഇപ്പോൾ ഈ ലാസ്റ്റ് കഴിഞ്ഞ മാസം എൻ്റെ ഇടവകയിൽ ഒരു മരണം ഉണ്ടായി. അപ്പം മരിച്ച് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അമ്മയും മരിച്ചു. അതൊക്കെ ശരിക്കും ആ ആത്മീയ ബന്ധത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നണേ. ഒരുപാട് കുടുംബങ്ങളുണ്ട് അങ്ങനെ പ്രായമാകുന്നവരെ ഒരുമിച്ച് വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിച്ചു പോകുന്ന. തെർത്തുല്യൻ എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രം പറഞ്ഞങ്ങനെയാണ്, എവിടെ ശരീരങ്ങൾ ഒന്നായിരിക്കുന്നുവോ അവിടെ ആത്മാവ് ഒന്നായിരിക്കുന്നു. ശരീരങ്ങളുടെ ഒന്നിപ്പ് എന്ന് പറയുന്നത് അത് ആത്മീയമായും മാനസികമായുമുള്ള ഒരു ഒന്നിപ്പിൻ്റെ പ്രതിഫലനമാണ്. അപ്പോൾ ഈ സ്നേഹപരമായ ഐക്യം ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തെ ഏത് തലം വരെ വളർത്തണം എന്നുള്ളതിനെ കുറിച്ചുള്ള എനിക്ക് തോന്നുന്നു അവിടെയാണ് ഒരു പഴഞ്ചൊല്ല് അപ്രസക്തമാകുന്നത്. കാരണം സാധാരണ നമ്മൾ പറയാറ് ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ എന്നുള്ളതാണ്. ആ ബ്ലഡ് റിലേഷൻസിന് തമ്മിലുള്ള ഐക്യത്തെയും സ്നേഹത്തെയും കാണിക്കാൻ എവിടെയാണ് ഭാര്യയും ഭർത്താവും തമ്മിലൊരു ബ്ലഡ് റിലേഷൻ. അതിലും എത്രയോ ആണ് ദാമ്പത്യ ബന്ധം എന്നുള്ളതാണ്. ഈ ഒരു ദാമ്പത്യപരമായ സ്നേഹപരമായ ഐക്യമാണ് ഈ സ്നേഹത്തിലെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. നമുക്ക് അങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു ഷെയറിംഗ് ഇപ്പോൾ ശ്രദ്ധിക്കാം. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇന്നും അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ അനന്തമായ കാരുണ്യം, നേരത്തെ പറഞ്ഞ പോലെ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവരെ എന്നും ചേർത്ത് നിർത്തി ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും ഒരുമിച്ച് നിൽക്കാൻ അവർക്ക് പറ്റി എന്ന് പറയുന്ന, അങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരു കുടുംബത്തിൻ്റെ ക്ലിപ്പിങ്ങിലേക്ക് നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചിട്ട് 43 വർഷമായി. ഞാൻ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോകുന്നതും എൻ്റെ ഭാര്യ ത്രേസ്യാമ്മേനെയാണ്. അവിടെ ചെന്നപ്പോൾ പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലാവണേ ത്രേസ്യാമ്മേനെയും ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വരുന്നത് ഞാനാണെന്നുള്ളത്. അതിന് ശേഷം ഞങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 43 വർഷമായെന്ന് തോസരം പറഞ്ഞല്ലോ. എല്ലാവരുടേതും പോലെ തന്നെ 3 ഘട്ടങ്ങളിൽ കൂടിയാണ് ഞങ്ങളും ഇവിടെ എത്തി നിൽക്കുന്നത്. തീവ്രമായ സ്നേഹത്തിൻ്റെ ആദ്യ വർഷങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞും പഴിചാരിയും ഒക്കെ കടന്നുപോയ കുറച്ച് കാലങ്ങൾ, പിന്നീട് ആയിരിക്കുന്ന അവസ്ഥയിൽ പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഒരു ദൈവികമായ സ്നേഹത്തോടുകൂടി നല്ല ഒരു ദാമ്പത്യ ബന്ധം ഇന്ന് അവിടെയാണ് എത്തി നിൽക്കുന്നത്. ഏറ്റവും മനോഹരമായ കാലഘട്ടം ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് പൂർണ്ണമായും 100% ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് കാരണം. ഞങ്ങൾ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ഒരിക്കലും മുടക്കാറില്ല. കഴിയുന്നത് എല്ലാ ദിവസവും ഞങ്ങൾ 2 പേരും ദിവ്യബലിയിൽ സംബന്ധിക്കുന്നുണ്ട്. എവിടേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങുള്ളൂ. പ്രത്യേകിച്ചും 91ാം സങ്കീർത്തനം ഞങ്ങൾ ഒരിക്കലും മുടക്കില്ല. അതിൻ്റെ സംരക്ഷണം ഈ നിമിഷം വരെയും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളവരാണ്. അതുപോലെ ഞങ്ങൾ കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കൊന്തയിലും കരുണക്കൊന്തയിലും അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങളെ മക്കളെയും വളർത്തിയിരിക്കുന്ന ആ രീതിയിൽ തന്നെയാണ് അവരും അതുപോലെയാണ് ജീവിക്കുന്നത്. പ്രഭാഷകൻ 26:26 പറയുന്നു, ഉത്തമയായ സ്ത്രീ ഭർത്താവിനെ സന്തുഷ്ടനാക്കുന്നു, അവൻ്റെ ആയുസ് ഇരട്ടിക്കും. പ്രഭാഷകൻ 36:24 പറയുന്നു, ഭാര്യയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, അവൻ്റെ തുണയും താങ്ങും അവൾ തന്നെ. എന്നെ ഈ വചനങ്ങൾ വളരെ ആകർഷിച്ചു. ഞാൻ ഓർത്തു എനിക്കും അങ്ങനെയുള്ള ഒരു ഭാര്യ ആവണം. പക്ഷേ എൻ്റെ കുറവുകളും ബലഹീനതകളും വെച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ ആവാൻ പറ്റില്ല എന്നെനിക്ക് 100% അറിയാം. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിക്കാൻ തുടങ്ങി, എന്നെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭാര്യ ആക്കണമേ എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ നിയന്ത്രിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു തുടങ്ങി. അതിനനുസരിച്ച് എൻ്റെ സംസാരവും എൻ്റെ രീതികളും എൻ്റെ തീരുമാനങ്ങളും എല്ലാം ഞാൻ നിയന്ത്രിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെയേറെ വ്യത്യാസം എന്നിലാദ്യം ഉണ്ടായി. അതുവഴി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഏറെ വ്യത്യാസം എൻ്റെ ഭർത്താവിലും ഉണ്ടായി തുടങ്ങി. എനിക്കൊരു കാര്യം ബോധ്യമായി, ഏത് പ്രതിസന്ധി വന്നാലും പ്രശ്നം വന്നാലും അത് ദൈവത്തിന് സമർപ്പിച്ച് നമ്മൾ അങ്ങോട്ട് സറണ്ടർ ചെയ്ത് കൊടുത്താൽ അതിനകത്ത് ദൈവം ഇടപെടുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഫലമുണ്ടാകുമെന്ന് ഇപ്പോഴും ഞാൻ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ, എൻ്റെ അധര കവാടങ്ങൾക്ക് കാവലേർപ്പെടുത്തണേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ ഇടവരുത്തരുതേ. കാരണം എല്ലാ ബന്ധങ്ങളും സംസാരത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നുമാണ് വരുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഞാൻ നിരന്തരം ആ പ്രാർത്ഥന ചെല്ലാറുണ്ട്. ഞങ്ങളുടെ സ്നേഹബന്ധത്തിൻ്റെ വലിയൊരു വളർച്ച ഞങ്ങൾ തമ്മിലുള്ള സംസാരമാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഒരുമിച്ചേ ഭക്ഷണം കഴിക്കുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും പ്രാർത്ഥന എത്തിക്കാൻ വരുമ്പോഴും ഞങ്ങൾ നല്ലതുപോലെ എൻജോയ് ചെയ്തിരുന്ന് സംസാരിക്കും. പഴയ കാര്യങ്ങളാവാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ നല്ലതുപോലെ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ ദൈവം ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ട്. രണ്ടുപേർക്കും വാശിയില്ല. ഈ 43 വർഷത്തിനിടെ ഒരു ദിവസം പോലും ഞങ്ങൾ എന്തൊക്കെ വഴക്കുണ്ടായാലും ശരി, വാശി പിടിച്ച ഒരു ദിവസം പോലും ഞങ്ങൾ മിണ്ടാണ്ടിരിക്കുകയോ മാറിക്കിടക്കുകയോ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയോ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല. ഞങ്ങളുടെ മക്കൾ 3 പേരാണ് ഞങ്ങൾക്ക്. അതിൽ രണ്ടാമത്തെ മകൻ അമേരിക്കയിലാണ്. ബാക്കി മൂത്തയാളും താഴത്തെയാളും നാട്ടിൽ തന്നെയുണ്ട്. അപ്പം എല്ലാ വർഷവും അമേരിക്കയിലുള്ള മക്കൾ വരും. അവർ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു 1 ഡേ ട്രിപ്പ് സ്ഥിരമുണ്ടാവും. അത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ ഊട്ടിയുറപ്പിക്കാൻ വലിയൊരു സഹായമാണ്. പ്രഭാഷകൻ 25 പറയുന്നു, എൻ്റെ ഹൃദയം 3 കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. ഈ വചനങ്ങൾ എന്നെ വളരെയേറെ ആകർഷിച്ചു. ഞാനും പ്രാർത്ഥിച്ചു തുടങ്ങി. ഞങ്ങളുടെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ഈടുറ്റതാക്കണമേ എന്ന് പറഞ്ഞ് ഈ വചനം പറഞ്ഞ് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. അതിനും ദൈവം ഞങ്ങൾക്ക് ഉത്തരം നൽകി. നല്ല കുടുംബ ബന്ധങ്ങൾ ഞങ്ങൾക്കുണ്ട്. എൻ്റെ വീട്ടുകാരോടും എൻ്റെ ബന്ധുമിത്രാദികളോടും താമസിക്കുന്ന നല്ലൊരു ബന്ധമുണ്ട്. എനിക്ക് തിരിച്ചും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോടും ബന്ധുക്കളോടും നല്ലൊരു ബന്ധമുണ്ട്. ഏത് കാര്യത്തിനായാലും എൻ്റെ അപ്പൻ ക്യാൻസറായിട്ട് 1.5 വർഷം കിടന്നിട്ടാണ് മരിച്ചത്. അപ്പൻ കിടക്കുന്ന സമയത്തും അതുപോലെ അമ്മച്ചിക്ക് 90 വയസ്സായി, അമ്മച്ചി ഹോസ്പിറ്റലൊക്കെ ആവുന്ന സമയത്തും എപ്പോൾ വേണമെങ്കിലും എനിക്ക് വീട്ടിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എത്ര ദിവസം വേണമെങ്കിലും അവരുടെ കൂടെ നിന്ന് അവരെ ശുശ്രൂഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ എൻ്റെ ഭർത്താവിന് സന്തോഷമാണ്. അതൊക്കെ ചെയ്തോളാനാണ് എന്നോട് പറയുക. ഞങ്ങൾക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ ഒരു കാര്യത്തിലും ഞാൻ കൈകടത്തില്ല. ഒരു കാര്യങ്ങളും ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യില്ല. എന്നെയും തിരിച്ചും എനിക്കും എൻ്റെ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പരസ്പരമുള്ള പൂർണ്ണ വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. 100% ആ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഭാര്യ എപ്പോഴും എനിക്ക് എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടീവായിരുന്നു. ഞങ്ങൾ പലപ്പോഴും ശണ്ട കൂടാറൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അതൊക്കെ പെട്ടെന്ന് തന്നെ എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് അതെല്ലാം പെട്ടെന്ന് ഞാൻ മറക്കുകയും പിറ്റേ ദിവസം വളരെ നോർമലായിട്ട് പണ്ടത്തെ പോലെ തന്നെ ഞാൻ പെരുമാറാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നു. ബലിപരമായ ദാമ്പത്യ വളർച്ച, ആ ബലിപരമായ സ്നേഹത്തിലേക്ക് എത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ തന്നെയാണ്. കൂദാശ സ്വീകരണങ്ങളിലൂടെ, ധ്യാനങ്ങളിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥനകളിലൂടെയൊക്കെ പടിപടിയായിട്ട് വളർത്തിയെടുക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ ദാമ്പത്യ സ്നേഹം. എന്നാൽ ചുരുക്കം ചിലപ്പോഴെങ്കിലും നമ്മൾ ഇടവകളിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പ്രായമാകുന്നതനുസരിച്ച് ഭർത്താവും ഭാര്യയും ബദ്ധശത്രുക്കളായി തീരുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോൾ സങ്കടം വരും. 50 വർഷമായി, പക്ഷെ ഇവർ അപ്പനും അമ്മയും പരാതി കൂട്ടങ്ങളുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. അതിവിടെ ആ തലത്തിൽ ചിലപ്പോൾ വളരാൻ സാധിക്കാതെ പോയത് കൊണ്ടായിരിക്കാം നമുക്കൊക്കെ നമ്മളങ്ങനെ കാണാനായിട്ടിടയാകുന്നത്. അതുകൊണ്ടായിരിക്കും മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് യേശു ധ്യാനമാണ് ഓരോ കുടുംബത്തിൻ്റെയും വിളി. ഈ സ്നേഹത്തിൻ്റെ സന്തോഷത്തിലെ 3-ാം അധ്യായത്തിൻ്റെ പേര് പോലും അങ്ങനെയാണ്, യേശു ധ്യാനം കുടുംബത്തിൻ്റെ വിളി. കാരണം ഈ യേശുവിനെ നോക്കി ധ്യാനിക്കാതെ ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം അനുദിനവും നമ്മളെ ഹൃദയത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. പക്ഷെ എന്നാൽ ആ പരിശുദ്ധാത്മാവാണ് ഈ സ്നേഹം ചൊരിയുമ്പോൾ ഈ സന്ദർഭങ്ങളിലൂടെ നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് കടന്നു പോകാനായിട്ട്. അതായിരിക്കും പഴയ കുടുംബങ്ങളിലൊക്കെ അവര് ദിവസവും വിശുദ്ധ ബലിയോടെയാണ് കുർബാനയെ ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ ചാക്കമാഷ പറഞ്ഞ പോലെ ഈ കുടിയേറ്റ ക്രൈസ്തവരെ നമ്മൾ ആലോചിക്കുമ്പോൾ അവരൊക്കെ വിശുദ്ധ ബലിക്ക് അതുപോലെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആദ്യം പണിതത് വീടല്ല, എവിടെ ചെല്ലുമ്പോഴും അവർ ആദ്യം പള്ളി പണിയുന്നു എന്ന് പറഞ്ഞാൽ പള്ളിയെ ചുറ്റിപ്പറ്റിയാണ്, അവരുടെ ഈ ബലിയെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. ഇപ്പൊ രാവിലെ ഈ അർപ്പിക്കപ്പെടുന്ന ബലിയാണ് വൈകുന്നേരം വരെ ഈ ബലിപരമായ ഈ ക്രൈസ്തവ ജീവിതത്തിന്റെ ഐക്യം ജീവിക്കാൻ അവരെ സഹായിക്കുന്നത്. അപ്പം അത് നമ്മൾ ഈ അൾത്താരമേശയോട് ചേർന്ന് നിൽക്കുമ്പോൾ അത്താഴമേശ വരെ ഈ കൂട്ടായ്മയിൽ നിൽക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളൊരു ചിന്ത നമ്മൾ ഈ ഇവരുടെ ജീവിതത്തെ കുറിച്ച് നോക്കുമ്പോൾ, പഴയ തലമുറയിലെ മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് നോക്കുമ്പോൾ ദിവസവും നവീകരിക്കപ്പെടേണ്ടതും നമ്മുടെ ദാമ്പത്യ ഉടമ്പടി തന്നെ ഈ ബലിയിലൂടെ ദിവസവും നവീകരിക്കപ്പെടുകയും
പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ ദിവസവും പുതിയ പുതിയ അനുഗ്രഹങ്ങളായിട്ട് പുതിയ സ്നേഹമായി നമ്മളിലേക്ക് ചൊരിയപ്പെടുകയും ചെയ്യും. ദിവസേന വേണ്ട ഒന്നാണ്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ഐക്കണാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. ദൈവവുമായിട്ട് കൂടിച്ചേരേണ്ടവരാണ് നമ്മളെല്ലാവരും തന്നെ. ഈ ദൈവവുമായിട്ട് കൂടിച്ചേരേണ്ടതിന്റെ മുൻ ആസ്വാദനമാണ് ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ സ്നേഹത്തിന്റെ ഐക്യം. ഞാനപ്പോൾ ഒരു സംശയം എൻ്റെ ഇടയിൽ ചോദിച്ചോട്ടെ. ഇപ്പം വിവാഹത്തെക്കുറിച്ച് നമ്മൾ ഇത്രയും കാര്യമായി, ഈ ദാമ്പത്യ ബന്ധമാണ് ദൈവസ്നേഹത്തിൻ്റെ അല്ലെ സ്വർഗരാജ്യത്തിൻ്റെ മുന്നാസ്വാദനം അല്ലെ ഇവിടുത്തെ ദൈവവുമായിട്ടുള്ള ഐക്യത്തിൻ്റെ ഐക്കണാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏകസ്ഥ ജീവിതവും സന്യസ്ത ജീവിതവും അതിൽ വൈദികരും ഉൾപ്പെടും എന്ന് ഞാൻ പറയുന്നു ഒക്കെ അതിൽ കുറച്ച് കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ ഒരു എന്താണ് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം? അതാണ് വൈദികര് അല്ലെങ്കിൽ സമർപ്പിതര് അവരെ ഒരു പുരുഷനെയോ ഒരു സ്ത്രീയോയോ വിവാഹം കഴിച്ച് ദാമ്പത്യത്തിൻ്റെ ദൈവരാജ്യാനുഭവം ഇവിടെ സ്വീകരിക്കുന്നതിന് പകരം അവർ ദൈവത്തെ കൂടുതൽ സ്നേഹിച്ച് ദൈവവുമായിട്ട് യേശുവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ് സ്വർഗരാജ്യ അനുഭവം ഇതാണ്. ഈ ഒരു ഐക്യം അത് ദമ്പതികളും ദൈവവും തമ്മിലുള്ള ഐക്യമാണ്. അതിലേക്ക് എത്താനായിട്ട് സാധിക്കണം. നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ കട്ടിലിൽ ചെന്ന് ചുംബിച്ച് പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞതുപോലെ എത്രയോ വലിയ സ്ഥാനമാണ് മാർപ്പാപ്പ ഇപ്പോൾ വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടുള്ള മാർപ്പാപ്പ തൻ്റെ മാതാപിതാക്കൾക്ക് അന്ന് നൽകിയിരിക്കുന്നത് എന്നൊക്കെ. അത്ര നല്ല മാതാപിതാക്കളിൽ നിന്നാണ് ആ തലത്തിലേക്ക് പെട്ടെന്ന് ഉയരാൻ സാധിക്കുന്നത്. കാരണം നമുക്ക് ഈ സൗഹൃദവും ഇറോട്ടിക് ലവിൻ്റെ തലങ്ങളെ മറികടന്നുകൊണ്ട് ആത്മീയവും ബലിയിലും ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തുന്ന നല്ല മക്കളെ സന്യസ്തരായാലും ആത്മീയമായിട്ട് നല്ല ശക്തിയുള്ളവർക്ക് അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ സാധിക്കുള്ളൂ. അല്ല, ഞാൻ അതിന്റെ ഇടയിൽ ഒരു സംശയം ചോദിച്ചു എന്നേ ഉള്ളൂ. ഈ ദാമ്പത്യ ജീവിതത്തിൽ പാപ്പ അവിടെ കംപ്ലീറ്റ് ചെയ്യണം. യഥാർത്ഥ ദൈവം ഒരു സംസർഗമാണ്, ദൈവം ഒരു കൂട്ടായ്മയാണല്ലോ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യക്തികൾ പരിപൂർണ ഐക്യത്തിൽ എന്നേക്കും ജീവിക്കുന്നു. ഇതാണ് കൃത്യമായി പറഞ്ഞാൽ വിവാഹം എന്ന രഹസ്യവും. ദൈവവുമായിട്ട് ഐക്യത്തിൽപ്പെട്ടവരാണ് വിവാഹാർത്ഥികൾ. പൗലോസ്ലീഹ അതിനെ കുറിച്ച് പറയുന്നത് കണ്ടല്ലോ, മഹാരഹസ്യം എന്ന് പറയുന്നത്. വെറും രഹസ്യം എന്നല്ല പറയുന്നത്, ഇത് എളുപ്പമല്ല. ദമ്പതികളായ 2 പേരെ ദൈവം ഒറ്റ അസ്തിത്വമാക്കി മാറ്റുന്നു. അതാണ് വലിയ ഈ ലോകത്തിലെ അതൊരു മിസ്റ്ററി എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അതുപോലെ ഞാൻ ഒരു സംശയം കൂടെ ചോദിക്കുകയാണ് ഡോക്ടർ അച്ഛനോടും. നമ്മൾ സാധാരണ പറയുന്ന തിരുക്കുടുംബമാണ് നമ്മുടെ ഒരു മോഡൽ കുടുംബം എന്നുള്ളത്, ഒരു ഐഡിയൽ കുടുംബം എന്നുള്ളത്. എപ്പോഴും നമ്മൾ തിരുക്കുടുംബം പോലെ ആകാനാണ് ശ്രമിക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഈ മാതാവും ഔസേപിതാവും തമ്മിൽ ശാരീരികമായ ബന്ധമില്ലാതെ ആണ് ഈശോ പിറന്നത് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയുള്ള ഒരു കുടുംബത്തെ എങ്ങനെ നമ്മൾ നമ്മുടെ സാധാരണ കുടുംബങ്ങൾക്ക് ഒരു മോഡലായി സ്വീകരിക്കാം? ദൈവിക പദ്ധതിയിൽ തിരുകുടുംബം മാതൃക കുടുംബം അല്ല, അത് ലക്ഷ്യമാണ്. നമ്മുടെ കുടുംബങ്ങളല്ല, അവസാനമാണ്. അത് മാർപ്പാപ്പ എനിക്ക് വേണ്ടി എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ പലപ്പോഴും മാതൃകയാക്കാൻ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യൗസപിതാവ് ശരിക്കും കല്യാണം കഴിച്ചില്ലല്ലോ, പിന്നെ ഒരു പുത്രനല്ലേ ഉണ്ടായുള്ളൂ, കൂടുതൽ മക്കളൊക്കെ. അവിടെയാണ് ദൈവിക പദ്ധതിയില് തിരുകുടുംബം ലക്ഷ്യമാണ്. ലക്ഷ്യം എന്ന് പറയുമ്പോൾ ആ തിരുകുടുംബത്തിന്റെ ചൈതന്യം, ആ തിരുകുടുംബത്തിന്റെ സഹനം, തിരുകുടുംബത്തിന്റെ സ്നേഹം, തിരുകുടുംബത്തിന്റെ പ്രാർത്ഥന, അതൊരു ബലിപരമായ സമർപ്പണത്തിലേക്ക് വരികയാണ്. ഓരോരുത്തരും എടുത്തു നോക്കുമ്പോൾ അത് വളരെ വലിയ ഒരു പോയിന്റ് ആണ്. കാരണം പലർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത, എനിക്ക് തോന്നുന്നു ഞങ്ങൾ തന്നെ ആലോചിക്കാറുള്ള ഒരു സംഭവമാണ്. സാധാരണ മനുഷ്യരുടെ ബുദ്ധിയിൽ മാതൃകാ കുടുംബമാണ്. അപ്പോൾ ഞാനിപ്പോ അച്ഛനിൽ നിന്ന് മനസ്സിലാക്കുകയാണ് അത് നമ്മുടെ ലക്ഷ്യമാണ്. കുടുംബജീവിതത്തെ പ്രത്യേകമായി മിശിഹായും സഭയുമായുള്ള ബന്ധത്തെ കുടുംബബന്ധവുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. നിരന്തര പരിശ്രമത്തിലൂടെ സുദീർഘമായ സ്നേഹബന്ധം ജീവിതകാലം മുഴുവൻ തുടരണമെന്നാണ് അതിൻ്റെ ഒരു ആഹ്വാനം. ഇതിൽ വളരാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. തോബിയത്തിൻ്റെ പുസ്തകത്തിൽ തോബിയാസ് പ്രാർത്ഥിക്കുന്ന പോലെ, ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തേണ്ടതിന് ദൈവമേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണം വരെ ഇത് സ്വർഗത്തിലുള്ള ദൈവവുമായ കൂടിച്ചേരലിൻ്റെ ഉന്നാസ്വാദനമാണ്. ആ ഒരു തരത്തിൽ വിവാഹം ത്രിത്വൈക ദൈവത്തിന്റെ കൂട്ടായ്മയെ ഈ ലോകത്തിൽ പ്രതിനിധാനം ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഈ കുടുംബത്തിൽ ജീവിക്കുമ്പം അല്ലേ നമുക്കത് 13 ലക്ഷണങ്ങളൊന്ന്
ശ്രദ്ധയോടെ ജീവിക്കാൻ പരിശ്രമിക്കുകയാണെങ്കിൽ എല്ലാം എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും ഒരു നമ്മളുടെ ഡെയിലി ടിപ്സ് പോലെ അതൊന്ന് പരിശീലിക്കാനും കൂടി നമുക്ക് പരിശ്രമിക്കാൻ തോന്നണേ. ആർദ്രമായ ഈ സ്നേഹത്തിൻ്റെ സന്തോഷം കുടുംബജീവിതത്തെ എത്രയധികം മഹത്തരമാക്കും എന്നാണ് പാപ്പ ഈ പുസ്തകത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഈ ചർച്ചയിൽ ഉടനീളം നമ്മൾ കേട്ടതുപോലെ ദാമ്പത്യ സ്നേഹത്തിൽ നമ്മൾ പടിപടിയായി വളരണം. അതൊരു ചലനാത്മകമായ പ്രക്രിയയാണ്. ഒരു ദിവസം കൊണ്ടല്ല. ഒരു ആദ്യകാലങ്ങളിലൊക്കെയുള്ള ഒരു ലൈംഗിക അഭിനിവേശവും ഒക്കെ ഉണ്ട്. ഒരു റോട്ടിക് തലമുണ്ട്. അവിടെ നിന്ന് ഒരു സൗഹൃദത്തിൻ്റെ തലത്തിലേക്കും പിന്നീട് എല്ലാം മറന്നുകൊണ്ട് തന്നെ സമർപ്പിക്കാൻ തയ്യാറാകുന്ന കുരിശിലെ സ്നേഹത്തോളം ഉയരാൻ ഭാര്യയ്ക്കും ഭർത്താവിനും കഴിയണം. ഈ സ്നേഹത്തിൽ വളരാനായിട്ട് ഈ ചർച്ചകൾ നിങ്ങളെ സഹായിക്കട്ടെ. ദാമ്പത്യ സ്നേഹത്തിലുള്ള പടിപടിയായ വളർച്ച ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. താൽക്കാലികമായ പരാജയങ്ങളോ സങ്കടങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കാതിരിക്കട്ടെ. ഈ ദാമ്പത്യ സ്നേഹത്തിൽ വളരുന്നതിനുള്ള ദൈവിക കൃപ, വിവാഹത്തിലൂടെ ദൈവം നൽകിയ കൃപ, അതിൽ വളരാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. അങ്ങനെ വളർന്ന് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സംസർഗത്തിൻ്റെ ഐക്കൺസായി മാറാൻ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.